Hi all. So today what we are going to study is the next type of array, that is multi-dimensional arrays. So previously we have studied two types of arrays, that is indexed arrays and associative arrays. So അതിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. So multi-dimensional array means you are going to put an array inside an array. അതായത് ഒരു array ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന അറയ്ക്കകത്തുള്ള കണ്ടന്റ് we are creating it as an array. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I have a table like this. I have a table which contains name of a person. And the table പേരെന്ന് പറഞ്ഞാൽ I am giving it as person എന്ന് വിചാരിക്കുക. ഈ പേഴ്സണിനകത്ത് I have three details, that is name, age and place for multiple persons. So I want to create an array for this person. So what I should do is I should start creating an array. ഇപ്പോൾ നമ്മളുടെ നോർമൽ array ആയിരുന്നെങ്കിൽ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ if it's an indexed array വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം we'll create a variable for that array. And we will have the keyword called array. In the bracket we can give values like gobu. If it's a string, you have to give it inside double quotes or single quotes, and then you have the age, and I'm going to give it like column. Fine. അതേപോലെ ഇനി അടുത്ത പേഴ്സണിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ you have to put it as a, you are going to create another array and you are going to put it. But instead of doing these things, we can go for something called as multi-dimensional array. Multi-dimensional array എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are going to create an array inside another array. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടേബിളിൽ I have to store two details. So what I'm going to do is I'm going to create two arrays inside this array. So what I'll do is രണ്ട് array ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. array ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ you have to use the array keyword യൂസ് ചെയ്ത് തന്നെ നമ്മൾ രണ്ട് array ക്രിയേറ്റ് ചെയ്യാണ്. First array is array of this one. This is array of this one. The first array contains the details of the first person, that is you can give it as gopu, and then the age is 35. Since it's a number, you don't have to give the double quotes or single quotes, and then you have the place column. അതായത് നമ്മൾ ഒരു അറേ ഇത് ഓൾറെഡി നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്തു. ആ അറയ്ക്കകത്ത് ഞാൻ വേറൊരു അറേ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ അറേയുടെ ഫസ്റ്റ് പേഴ്സൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തു. അതേപോലെ ഐ ഹാവ് ടു പുട്ട് ദി സെക്കൻഡ് അറേ. സെക്കൻഡ് അറേയിൽ റാം എന്ന് പറയുന്ന ആളുടെ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്തു. ആൻഡ് ദി ഏജ് ഇസ് 37 ആൻഡ് ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ് ആസ് ട്രിവാൻഡ്രം എന്നുള്ള രീതിയിൽ TVM എന്ന് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്തു. സോ ദിസ് ഇസ് വാട്ട് എ മൾട്ടി ഡയമെൻഷണൽ അറേ ഇസ്. യു ക്യാൻ ക്രിയേറ്റ് എനി നമ്പർ ഓഫ് അറേസ് ഇൻസൈഡ് ദിസ് അറേ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അറയാണ്, ഇതൊരു ഇൻഡെക്സ്ഡ് അറയാണ്. ഇതിനകത്ത് നമ്മൾ അസോസിയേറ്റീവ് ആയിട്ടൊന്നും നമ്മൾ ഇൻഡെക്സ് എല്ലാം നമ്മൾ യൂസർ സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളല്ല ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ആസ് എ സ്റ്റാർട്ടിങ് വി ക്യാൻ ഗോ വിത്ത് ദിസ് ഇൻഡെക്സ്ഡ് അറേ ആൻഡ് ലേറ്റർ വിൽ കൺവേർട്ട് ദിസ് ഇൻറ്റു അസോസിയേറ്റീവ് അറേ. സോ അറേ ഓഫ് രണ്ട് ആൾക്കാരുടെ പേര് ഡീറ്റെയിൽസ് നമ്മളിവിടെ സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് ഈ അറേ എങ്ങനെയാണ് സ്റ്റോർ അയക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് അറേ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, പ്രിൻറ്റ് ആർ. ആ അറേയുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഈ അറേയുടെ പ്രിൻറ്റിങ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു പ്രിൻറ്റ് ദിസ് തിങ്. നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്തു. ഐ ഹാവ് ക്രിയേറ്റഡ് അറേ നെയിം പേഴ്സൺ. ഈ അറയ്ക്കകത്ത് തരാം ടു അതർ അറേസ്, രണ്ട് അറേ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ. ഇങ്ങനെ എഴുതുന്നതിനാണ് മൾട്ടി ഡയമെൻഷണൽ അറേസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു ഡു ഇസ് വി ആർ ഗോയിങ് ടു റൺ ദിസ് തിങ്. ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ റൺ ചെയ്യുമ്പോൾ യു ക്യാൻ സീ ആദ്യത്തെ അറേ ഇതാണ്. അതിൻ്റെ സീറോത്ത് ഇൻഡെക്സിൽ വാട്ട് ഇസ് ഹാവിങ് അടുത്ത ഒരു അറേ ക്രിയേറ്റ് ആയേക്കുവാണ്. സീറോത്ത് ഇൻഡെക്സിൽ ഇങ്ങനെ ഒരു അറേ ക്രിയേറ്റ് ആയിരിക്കുന്നു. ആ അറേയുടെ സീറോത്ത് ഇൻഡെക്സിൽ അയാളുടെ പേര് ഫസ്റ്റ് ഇൻഡെക്സിൽ 35, സെക്കൻഡ് ഇൻഡെക്സ് കൊല്ലം. അതേപോലെ രണ്ടാമതൊരു അറേയും കൂടെ ഉണ്ട്. അത് ഈ മെയിൻ അറേ പേഴ്സൺ എന്ന് പറയുന്ന അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സിൽ you have the details of the second person. That is what is done here. ഈ അറേയുടെ പേഴ്സൺ എന്ന് പറഞ്ഞ അറേയുടെ സീറോത്ത് ഇൻഡെക്സിൽ വേറൊരു അറേ ക്രിയേറ്റ് ആവുന്നു. അതിൻ്റെ സീറോത്ത് ഇൻഡെക്സിൽ യു ഹാവ് ദി നെയിം ഗോബു, ഫസ്റ്റ് ഇൻഡെക്സിൽ 35. അതേപോലെ ഈ അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സിൽ അനദർ അറേ ഇസ് ദെയർ. സോ എനിക്ക് ഇതിനകത്തുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് വി ക്യാൻ ഡു. സോ ഐ എം ഗോയിങ് ടു പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് ഐ വോണ്ട് ടു പ്രിൻറ്റ് ഗോപു. ഈ അറയ്ക്കകത്തുള്ള നെയിം ഗോപു എന്ന് പറയുന്ന നെയിമിനെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എക്കോ we have to go print the array name person എന്ന് പറഞ്ഞ അറേയുടെ ഈ ഗോബു എന്ന് പറയുന്ന വാല്യൂ എവിടെ ഇരിക്കുന്നത്? ഫസ്റ്റ് അറേയുടെ സീറോത്ത് ഇൻഡെക്സിൽ സീറോത്ത് ലൊക്കേഷനിലാണ് ഈ ഗോബു എന്ന് പറഞ്ഞ അറേ വാല്യൂ ഇരിക്കുന്നത്. സോ വാട്ട് ഐ ഷുഡ് ഡു ഇസ് ഫസ്റ്റ് അറേയുടെ സീറോത്ത് ഇൻഡെക്സ് ഇവിടെ ഒരു സീറോ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഈ പേഴ്സൺ എന്ന് പറഞ്ഞ മെയിൻ അറേയുടെ സീറോത്ത് ഇൻഡെക്സ് അതിൻ്റെ സീറോത്ത് ലൊക്കേഷൻ, അതായത് ഈ അറേയുടെ സീറോത്ത് ഇൻഡെക്സിൻ്റെ സീറോത്ത് ലൊക്കേഷനിൽ ഗോബു. സോ യു ക്യാൻ സീ സീറോ ഹിയർ. ഈ സീറോ ആണ് ഈ പർട്ടിക്കുലർ അകത്തുള്ള ഈ അറേയുടെ ഇൻഡെക്സ് ലൊക്കേഷൻ. ആ
സീറോത്ത് ഇൻഡെക്സിൽ സീറോത്ത് ഇൻഡെക്സിലിരിക്കുന്ന വാല്യൂ. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് റിട്ടൺ ഹിയർ 0,0 എന്ന് എഴുതി കഴിഞ്ഞാൽ ഗോപു എന്ന് പറഞ്ഞ വാല്യൂ പ്രിൻ്റ് ചെയ്യും. അതേപോലെ എൻ്റെ ഏജ് ആണ് പ്രിൻ്റ് ചെയ്യേണ്ടതെങ്കിൽ ഏജ് എന്ന് പറഞ്ഞാൽ ഈ സീറോത്ത് ഇൻഡെക്സിൽ ഫസ്റ്റ് ഇൻഡെക്സിലാണ് 35 എന്ന് പറഞ്ഞ വാല്യൂ ഇരിക്കുന്നത്. സോ ഐ ഷുഡ് പ്രിൻ്റ് ഇറ്റ് ലൈക്ക് സീറോത്ത് ഇൻഡെക്സിൻ്റെ ഫസ്റ്റ് വാല്യൂ. റൈറ്റ്. സോ ഇത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സോ ഇറ്റ് വിൽ പ്രിൻ്റ് എൻ്റെ ഫസ്റ്റ് 2 ഡീറ്റെയിൽസ് നോക്കും. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. We had to put a semicolon after printer, that's the reason. So I am going to run this. You can see let's BR കൊടുക്കുക, ബ്രേക്ക് എല്ലാം കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യാം. നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ യു ക്യാൻ സി ഫസ്റ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്ത അറേയുടെ ഡീറ്റെയിൽസ് ആണ്. ഇതിൽ നമ്മൾ ആദ്യം പ്രിൻ്റ് ചെയ്തേക്കുന്നത് എന്തുവാണ്? ആദ്യം പ്രിൻ്റ് ചെയ്തേക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ പേഴ്സണിലെ സീറോത്ത് ഇൻഡെക്സ്, അതായത് പേഴ്സണിലെ ഫസ്റ്റ് അറേയുടെ, പേഴ്സൺ എന്ന് പറഞ്ഞ അറേയുടെ സീറോത്ത് ഇൻഡെക്സിലെ സീറോത്ത് വാല്യൂ ദാറ്റ് ഇസ് ഗോപു. അതേപോലെ സീറോത്ത് ഇൻഡെക്സിലെ ഫസ്റ്റ് വാല്യൂ ദാറ്റ് ഇസ് 35. അപ്പോൾ അതേപോലെ ഞാനിവിടെ 10 എന്നിട്ടായിരുന്നെങ്കിൽ സെക്കൻഡ് അറേയിൽ, അതായത് ഫസ്റ്റ് ഈ മെയിൻ അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സിലിരിക്കുന്ന ഫസ്റ്റ് ഇൻഡെക്സ് ഏതാണ്? ദിസ് ഇസ് ദ ഫസ്റ്റ് ഇൻഡെക്സിലിരിക്കുന്ന സീറോത്ത് വാല്യൂ. ഇതിനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ റാം എന്നുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ അറേക്ക് 2 ഡയമെൻഷണൽ അറേയെ ആക്സസ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഈ അറേ മൊത്തത്തിലുള്ള വാല്യൂസ്, ഐ വോണ്ട് ടു പ്രിൻറ്റ് ഓൾ ദ വാല്യൂസ് ഇൻ ദിസ് അറേ. ഈ വാല്യൂസിനെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ പ്രീവിയസ്ലി പഠിച്ചിട്ടുണ്ട്, വി ക്യാൻ യൂസ് ദി ഫോർ ഈച്ച് ലൂപ്പ് എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വി ഹാവ് ടു യൂസ് ദി ഫോർ ഈച്ച് ആൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറേയുടെ നെയിം, പേഴ്സൺ ആസ് ഡോളർ, ഞാനൊരു മെയിൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് വാല്യൂ ഇടുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണിനകത്തിരിക്കുന്ന ആദ്യത്തെ ഇൻഡെക്സ് ലൊക്കേഷനായിരിക്കും ഇവിടെ സ്റ്റോർ ആവുന്നത്. ആദ്യത്തെ ഇൻഡെക്സ് ലൊക്കേഷനിൽ സ്റ്റോർ ആവും. ഈ ഇൻഡെക്സ് ലൊക്കേഷനകത്തുള്ള വാല്യൂസാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു ടേക്ക് ദി അനദർ ഫോർ ഈച്ച് ലൂപ്പ്. അതായത് ഇപ്പോൾ പേഴ്സൺ അറേയുടെ ഈ ഫസ്റ്റ് അറേയുടെ സീറോത്ത് ഇൻഡെക്സിലെത്തി. ഇനി സീറോത്ത് ഇൻഡെക്സിനകത്തിരിക്കുന്ന ഓരോ വാല്യൂസ് ഗോപു 35 കൊല്ലം എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ആ സീറോത്ത് ഇൻഡെക്സ് ഇപ്പോൾ എവിടെ സ്റ്റോർ ആയിരിക്കുന്നത്? മെയിൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ മെയിൻ ഇൻഡെക്സിനെ ഞാൻ ഒരു സബ് ഇൻഡെക്സിലോട്ട് സ്റ്റോർ ചെയ്തു. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇതിൽ ആദ്യം അറേയുടെ സീറോത്ത് ഇൻഡെക്സിലോട്ട് വരും. ആ സീറോത്ത് ഇൻഡെക്സിൻ്റെ സബ് ഇൻഡെക്സ് വാല്യൂസ്, ഓരോ വാല്യൂസ് ഈ സീറോയിലിരിക്കുന്ന വാല്യൂ സബ് ഇൻഡെക്സിലോട്ട് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് 1 ഡയമെൻഷണൽ അറേയിൽ പ്രിൻറ്റ് ചെയ്തതുപോലെ തന്നെ യു ക്യാൻ ഗോ ഫോർ എക്കോ BR, then you are going to print sub index പ്രിൻ്റ് ചെയ്താൽ മതി. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ് ഇതിനകത്തുള്ള ഓരോ വാല്യൂസ് ആയിട്ട് പ്രിൻ്റ് ചെയ്ത് തുടങ്ങും. ഫോർ ഈച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ബ്രാക്കറ്റിനകത്ത് വേണം എഴുതാൻ. സോറി ഫോർ ദാറ്റ്. ക്യാൻ സി അതിനകത്തുള്ള ഓരോ വാല്യൂസും പ്രിൻ്റ് ചെയ്യുന്നു. അതായത് ഈ ലൂപ്പ് റൺ ആകുമ്പോൾ ആദ്യം പേഴ്സണിനകത്തുള്ള ഈ അറേയുടെ സീറോത്ത് ഇൻഡെക്സ്, അതായത് ഈ സീറോ എന്ന് പറഞ്ഞ ഇൻഡെക്സിലുള്ള സീറോത്ത് ഇൻഡെക്സ് ഇവിടെ വരും. അത് കഴിഞ്ഞ് നേരെ ഈ ലൂപ്പിലോട്ടാണ് വരുന്നത്. ആ സീറോത്ത് ഇൻഡെക്സിൻ്റെ സബ് ഇൻഡെക്സ്, സീറോത്ത് ലൊക്കേഷനുള്ള വാല്യൂ ഇതിനകത്ത് സ്റ്റോർ ആവും. അതിനെ പ്രിൻ്റ് ചെയ്യും. പിന്നെ അടുത്ത ലൂപ്പ് വീണ്ടും ഇവിടെയാണ് വരുന്നത്. ഇവിടെ വന്ന് വീണ്ടും ഫസ്റ്റ് ഇൻഡെക്സിലെ വാല്യൂ പ്രിൻ്റ് ചെയ്യും, സെക്കൻഡ് ഇൻഡെക്സിലെ വാല്യൂ വീണ്ടും ഇവിടെ ചെല്ലുമ്പോൾ ഇത് ഫസ്റ്റ് ഇൻഡെക്സ് ആവും. സോ ലൈക്ക് ദാറ്റ് യു ആർ ഗോയിങ് ടു പ്രിൻ്റ് ഇറ്റ്. സോ ഇത് ഒരു മെത്തേഡാണ്. ദിസ് ഇസ് ഹൗ യു ക്യാൻ ഇൻസേർട്ട് വാല്യൂസ് ഇൻറ്റു മൾട്ടി ഡയമെൻഷണൽ അറേ ആൻഡ് യു ക്യാൻ പ്രിൻറ്റ് വാല്യൂസ് ഇൻ ദി മൾട്ടി ഡയമെൻഷണൽ അറേ. ഇത് നമ്മളുടെ ഇൻഡെക്സ്ഡ് അറേയാണ്. ഈ സെയിം അറേ എനിക്ക് വേണമെങ്കിൽ ഐ ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ what I can do is I can make it as a അസോസിയേറ്റീവ് അറേ. അതായത് ഈ അറയ്ക്കകത്ത് ഞാൻ അസോസിയേറ്റിവിറ്റി കൊടുക്കുകയാണ്. ഈ അറേ ഫസ്റ്റ് അറേയുടെ നെയിം എന്ന് പറയുന്നത്
അസോസിയേറ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഗോപു എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നതിൻ്റെ ഇൻഡെക്സ് 0-ന് പകരം ഐ എം ഗോയിങ് ടു മേക്ക് ദാറ്റ് ഇൻഡെക്സ് ആസ് നെയിം. അതേപോലെ ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഐ എം ഗോയിങ് ടു മേക്ക് ഇറ്റ് ആസ് ഏജ് and I'm going to make this index as place. ഇപ്പോൾ 3 ഇൻഡെക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ വെളിയിലുള്ള അറേ നമ്മൾ ഇത് ഇൻഡെക്സ്ഡ് അറേ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മെയിൻ അറേ സ്റ്റിൽ ഇൻഡെക്സ്ഡ് അറേ. പക്ഷേ ഇതിനകത്തുള്ള അറേ എന്ന് പറഞ്ഞാൽ ഗോപു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് നെയിമാണ്, ഏജ്. അതേപോലെ ഈ സെയിം ഇൻഡെക്സ് തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം. name it's missing here, name. Okay, there is no double quotes here because we had to put a double quotes here. Yeah, so name, then you have another called age, and we have place. ഇങ്ങനെ 3 യൂസർ ഡിഫൈൻഡ് ഇൻഡെക്സ്. നമ്മൾ ഇച്ചിരിയുടെ വ്യൂവബിലിറ്റി കിട്ടാൻ വേണ്ടി ഫസ്റ്റ് അറേ കഴിഞ്ഞ് കോമ കഴിഞ്ഞ് സെക്കൻഡ് അറേ ഞാൻ താഴോട്ട് ഇറക്കുകയാണ്. സോ ദീസ് ആർ ദ 2 അറേസ് ദാറ്റ് യു ഹാവ്. ഈ അറയ്ക്ക് അകത്തിരിക്കുന്ന അറയെ ഞാൻ ഒരു അസോസിയേറ്റീവ് അറയാക്കി മാറ്റി. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം എന്ന് നോക്കാം. ഇപ്പം നമ്മൾ എഴുതിയേക്കുന്ന വെച്ചിട്ടാണെങ്കിൽ ലെറ്റ്സ് സീ വെദർ ഇറ്റ്സ് ഗെറ്റിംഗ് ഡിസ്പ്ലേഡ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിസ്പ്ലേഡ്. പക്ഷേ എനിക്ക് അതിനകത്തുള്ള വാല്യൂ വെച്ച് ചെയ്യണമെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ്, ഈ മെയിൻ അറേ ഇപ്പം ഇൻഡെക്സ് അറേ ആയതുകൊണ്ട് സബ് ഇൻഡെക്സിനെ നമുക്ക് വേണമെങ്കിൽ യു ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ആദ്യം മെയിൻ അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സ് ലൊക്കേഷൻ 0th ഇൻഡെക്സ് ലൊക്കേഷൻ വരും. അതിനകത്ത് ഇപ്പോൾ സ്റ്റോർ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പ്രീവിയസ് ലെക്ചറിൽ ഞാൻ പറഞ്ഞായിരുന്നു, 1 ഡയമെൻഷണൽ അറേയിൽ ഈ അസോസിയേറ്റീവ് അറേ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റോർ ആകുന്നത് അതിൻ്റെ ഇൻഡെക്സും ഇവിടെ സ്റ്റോർ ആകുന്ന അതിൻ്റെ വാല്യൂം. സോ ഇപ്പം നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്ത് ഡിസ്പ്ലേ ചെയ്യുന്ന നെയിം ഏജ് പ്ലേസ്, നെയിം ഏജ് പ്ലേസ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന എന്തുവാണ്, സബ് ഇൻഡെക്സ് ആണ്. ഈ ഫോർമാറ്റിൽ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത് എപ്പോഴും ഇൻഡെക്സ് വാല്യൂസ് ആണ്. അപ്പോൾ ഇൻഡെക്സ് ആണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൺ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി വാല്യൂസ് ഹിയർ. ഇതേപോലെ ഈ ഔട്ടർ അറേക്കും എനിക്ക് ഇൻഡെക്സുകൾ കൊടുക്കാം. ലൈക്ക് പേഴ്സൺ 1 എനിക്കിപ്പോൾ ഒരു അറേക്ക് 0, 1 എന്നുള്ള ഇൻഡെക്സിന് പകരം ഈ ഔട്ടർ അറേക്ക് എനിക്ക് വേണമെങ്കിൽ പുതിയൊരു ഇൻഡെക്സ് കൊടുക്കാം ലൈക്ക് ദിസ് പേഴ്സൺ 1 എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഐ ക്യാൻ പുട്ട് ആൻ ഇൻഡെക്സ് ഹിയർ. ആൻഡ് അനദർ സെക്കൻഡ് വൺ വുഡ് ബി പേഴ്സൺ 2 എന്ന് പറഞ്ഞ് ഐ ഹാവ് അനദർ ഇൻഡെക്സ് ഹിയർ. ഇപ്പോൾ പേഴ്സൺ 1 ഉണ്ട്, പേഴ്സൺ 2 ഉണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് യു ക്യാൻ ഗോ ഫോർ ദിസ് വൺ. ഇവിടെ വേണമെങ്കിൽ യു ക്യാൻ ഗിവ് ദി നമ്പർ എന്ന് പറഞ്ഞ് ഞാനൊരു വേരിയബിൾ കൊടുക്കുകയാണ്. ഇവിടെ ഈ മെയിൻ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ്, ഈ മെയിൻ ഇൻഡെക്സിൽ സ്റ്റോർ ആവുന്നത് ഈ ഇൻഡെക്സ് ലൊക്കേഷനാണ്. സോ ഇവിടെ നമുക്ക് എവിടെ തൊട്ടാണ് വേണ്ടുന്നത്, ഫ്രം ദി വാല്യൂ ആണ് വേണ്ടത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ യു ഹാവ് ആൻ എറർ ഹിയർ ബിക്കോസ് ഇവിടെ നമുക്ക് ഇൻഡെക്സ് ആണ് സ്റ്റോർ ആവുന്നത്. നമുക്ക് എവിടെ തൊട്ടാണ് വേണ്ടത്, നമ്പറിനെയാണ് നമുക്കവിടെ നെക്സ്റ്റ് വാല്യൂലോട്ട് പോകേണ്ടത്. സോ ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് നമ്പർ. യു ക്യാൻ സീ ഇങ്ങനെയാണ് നമുക്ക് 2 ഡയമെൻഷണൽ അറേയിൽ വർക്ക് ചെയ്യുന്നത്. ഇത് മെയിൻലി യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം വെൻ യു റിട്രീവ് ഡേറ്റാസ് ഫ്രം യുവർ ഡേറ്റാബേസ്, ഒരു ഡേറ്റാബേസിൽ നിങ്ങൾക്ക് കുറേ ടേബിൾ ഉണ്ടെങ്കിൽ ടേബിളിനകത്തുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ കോഡിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ യു ക്യാൻ സ്റ്റോർ ഇറ്റ് ആസ് എ മൾട്ടി ഡയമെൻഷണൽ അറേസിനകത്തോട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് യു ക്യാൻ ആക്സസ് ത്രൂ ദാറ്റ് വൺ. സോ ദിസ് ഇസ് ദ വേ യു ക്യാൻ ആക്സസ് സംതിങ് ഫ്രം യുവർ ഡേറ്റാബേസ്. ടേബിൾ വൈസ് നിങ്ങൾക്ക് വാല്യൂസ് കോപ്പി ചെയ്യണമെങ്കിൽ ഇതൊരു ടേബിളായിട്ട് കൺസിഡർ ചെയ്താൽ മതി. വാല്യൂസ് കോപ്പി ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ മൾട്ടി ഡയമെൻഷണൽ അറേ. സോ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഫോർ ഈച്ചിൽ ഇഫ് യു യൂസിങ് എൻ അസോസിയേറ്റീവ് അറേയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ആ വാല്യൂ കൊടുത്തെങ്കിൽ ഈ റൈറ്റ് സൈഡിലായിരിക്കും നിങ്ങളുടെ വാല്യൂ സ്റ്റോർ ആവുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ ആ പർട്ടിക്കുലർ അസോസിയേറ്റീവ് അറേയുടെ ഇൻഡെക്സ് ആണ് സ്റ്റോർ ആവുന്നത്. അതേപോലെ ഇവിടെയും വാല്യൂ ഇൻഡെക്സ്. സോ ഇവിടെ രണ്ടും ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെയും നിങ്ങൾക്ക് ഫോർ ഈച്ചിൽ ചെയ്യാം. ഇൻഡെക്സ് വാല്യൂ വേണ്ടുന്ന സിറ്റുവേഷനിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഇങ്ങനെ എഴുതിയാലും ഇറ്റ് വിൽ വർക്ക്, നോ പ്രോബ്ലം. ബിക്കോസ് ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ വെൻ യു റൈറ്റ് ഇറ്റ് ലൈക്ക് പേഴ്സൺ ആസ് നമ്പർ എന്ന് എഴുതി കഴിഞ്ഞാൽ വാല്യൂ ആണ് നമ്പറിനകത്ത് സ്റ്റോർ ആവുന്നത്. അതല്ല അസോസിയേറ്റീവ് നിങ്ങൾക്ക് ഇൻഡെക്സ് വാല്യൂസും യൂസ് ചെയ്യണം എന്ന സിറ്റുവേഷൻ ആണെങ്കിൽ യു ഹാവ് ടു പുട്ട് ഇറ്റ് ലൈക്ക്
you can put it like this, index. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ വാല്യൂ അറേയുടെ ഇൻഡെക്സിലോട്ട് സ്റ്റോർ ആവും, വാല്യൂ നമ്പറിലോട്ട് സ്റ്റോർ ആവും. ലൈക്ക് ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ് ഹിയർ. സോ ദിസ് ഇസ് ഹൗ മൾട്ടി ഡയമെൻഷണൽ അറേസ് ആർ വർക്ക്ഡ്. സോ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ക്രിയേറ്റിംഗ് അറേസ് ഇൻസൈഡ് അറേസ്. ഇങ്ങനെ എത്ര അറേസ് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഇൻ എ അറേ. സോ എത്ര അറേസ് ക്രിയേറ്റ് ചെയ്താലും യു ക്യാൻ ഗോ ഫോർ ഈച്ച്. ഇവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുകയും ചെയ്യാം. കാരണം ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈസ് ഓഫ് ദി അറേസ് അറിഞ്ഞിരിക്കും, അറേക്കകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കും. ദെൻ യു ക്യാൻ ഇൻക്രിമെൻറ്റ് യൂസിങ് ഐ ഓർ 0. ബെറ്റർ ഗോ ഫോർ ഈച്ച് ഫോർ അറേസ്. മൾട്ടി ഡയമെൻഷണൽ അറേസ് യൂസ് ചെയ്യുമ്പോൾ ഫോർ ഈച്ച് വെച്ച് തന്നെ ചെയ്യാൻ നോക്കുക. സോ ദിസ് ഇസ് വാട്ട് മൾട്ടി ഡയമെൻഷണൽ അറേ ഇസ്. സോ യു ക്യാൻ വർക്ക് ഓൺ മോർ പ്രോഗ്രാംസ് ബേസ്ഡ് ഓൺ യുവർ ആപ്ലിക്കേഷൻ. ലൈക്ക് ഡേറ്റാബേസ് കണക്ടിവിറ്റി പഠിക്കുന്ന സമയത്ത് ഡേറ്റാബേസിൽ നിന്നുള്ള വാല്യൂസിനെ നിങ്ങൾക്ക് മൾട്ടി ഡയമെൻഷണൽ അറേയിലോട്ട് സ്റ്റോർ ചെയ്ത് യു ക്യാൻ വർക്ക് ഓൺ ദാറ്റ് തിങ് ആസ് വെൽ. So that's all for today. Thank you.